വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 48-ാമത്തെ വചനമാണ്. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞിട്ട് കൗൺസിലിങ്ങിനായി ഒരു യുവതി എന്നെ കാണാൻ വരികയുണ്ടായി. 3 വയസ്സുള്ള ഒരു കുട്ടിയും അതുകൂടാതെ ഒരു ഗർഭസ്ഥ ശിശുവും ഉണ്ടായിരുന്ന ഒരു അമ്മയായിരുന്നു എൻ്റെ അടുക്കൽ വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച യുവാവുമായി വീട്ടുകാരുടെ സമ്മതമില്ലാതെ പുറത്തുപോയി കല്യാണം കഴിച്ച് ജീവിക്കുകയുണ്ടായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സ്നേഹിച്ചിരുന്ന ആൾ ചതിച്ചു എന്ന് മനസ്സിലായപ്പോൾ മറ്റൊരു സ്ത്രീയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായി. ദേഹോപദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങി, പോലീസ് കേസായി. അങ്ങനെയെല്ലാം ഏറെ കഷ്ടപ്പെട്ട ഈ സമയം എങ്ങോട്ട് പോകണമെന്നറിയാതെ സ്വന്തം വീട്ടിലൊന്ന് കടന്നു ചെല്ലാനിടയായി. എന്നാൽ സ്വന്തക്കാരിൽ നിന്ന് ഏറെ തിക്താനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീ 2ാമത്തെ കുട്ടിയെ അബോർഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാണ് എൻ്റെ അടുക്കൽ വരാനിടയായത്. ഉചിതമായ ഒരു തീരുമാനം എടുക്കണം, കാരണം ഭർത്താവ് ഇവരെ സംരക്ഷിക്കാൻ തയ്യാറല്ല. മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ പോയി അവരോടൊത്ത് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇയാളുടെ കുട്ടിയാണെങ്കിലും ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചിന്തയിൽ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ഈ യുവതി എൻ്റെ അടുക്കൽ വരികയുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഏറെ ഉപദ്രവങ്ങൾ സഹിച്ച, മനസ്സിലും ശരീരത്തിലും ആഴത്തിൽ മുറിവേറ്റ ഈ യുവതിയോട് ഒരു പൊടിക്കുഞ്ഞിനെയുമായി ഇനി എങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയം സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന ഒരു ആലയത്തിലേക്ക് ഈ സ്ത്രീയെയും ഇവരുടെ കുട്ടിയെയും യാത്രയാക്കാൻ സാധിച്ചു. അതിൻ്റെ നടത്തിക്കൊണ്ടിരുന്ന ആൾ സന്തോഷത്തോടെ ഇത് ഏറ്റെടുത്തതിനാൽ ആ കുട്ടിയെ അബോർട്ട് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജീവിത നടപടികൾ ആരംഭിച്ചു. എന്നാൽ ഈ കുട്ടി ജനിച്ചതിന് ശേഷം ഏകദേശം 3 മാസത്തോളമായപ്പോൾ വീണ്ടും ഈ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആലയത്തിന് നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവര് തങ്ങളെ കൊണ്ടാവും വിധം അതിലെ അന്തേവാസികളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഒരു സമയം. വീണ്ടും എങ്ങോട്ട് പോകണം എന്നുള്ള ചിന്തയാൽ ഈ യുവതി എൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഫോൺ കോളിൽ ഒരുപാട് നിരാശപ്പെട്ട് സംസാരിക്കുമ്പോൾ സമാധാനിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തേടിക്കൊണ്ടിരുന്നു. കുട്ടികൾ രണ്ടും ചെറുതാകയാൽ 2 പേരും മാറി മാറി മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും കൂട്ടത്തിൽ നിൽക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈ സ്ത്രീ എത്തുകയും ചെയ്തിരുന്നു. ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരു യുവതിയാണ്, നല്ല രീതിയിൽ വളർന്നു വന്നതാണ്. എന്നാൽ മാറി നിൽക്കാനും മാറി കുട്ടികളെ എടുക്കാനും ഒരാൾ പോലും ഇല്ലാതിരുന്ന അവസരത്തിൽ ദൈവം അത്ഭുതകരമായി പലരിലൂടെ ഈ യുവതിയെ സഹായിക്കുകയും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും ചെയ്തു. ചെറിയ കുട്ടിയെയുമായി മൂത്ത കുട്ടിയും ഒപ്പം മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ
അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ചെറിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഈ സ്ത്രീയും ഈ കുട്ടികളും കടന്നു ചെല്ലുകയുണ്ടായി. ആ ധ്യാന കേന്ദ്രത്തിലെ അന്തേവാസികൾ ഏറ്റവും സ്നേഹത്തോടെ ഇവരെ സ്വീകരിക്കുകയും ഇവരോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു. കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നെങ്കിലും ആ സമയം യേശുവിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വന്ന ഈ സ്ത്രീ യേശുവിൻ്റെ ഒരു സാക്ഷിയായി സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു എന്ന അറിവാണ് പിന്നീട് എനിക്ക് ലഭിച്ചത്. ഒരു ദിവസം ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസുമായി ഈ ആലയം ഒരു ഒബ്സർവേഷൻ വിസിറ്റിനായി ചെന്നപ്പോൾ ഏറെ സന്തോഷത്തോടെ പ്രകാശം നിറഞ്ഞ മുഖത്തോടെ ഓടി നടന്ന് ജോലി ചെയ്യുന്ന, സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ഭക്ഷണം പാചകം ചെയ്യാൻ തന്നാലാവും വിധം സഹായിക്കുകയും ചെയ്യുന്ന ഈ സ്ത്രീയെയാണ് എനിക്ക് കാണാനിടയായത്. ഞാൻ ചോദിച്ചു, എന്താണ് താങ്കൾ ഇതുപോലെ സന്തോഷത്തോടെ ഇവിടെ ഓടി നടക്കാൻ ഇടയായത്? ആദ്യകാലങ്ങളിലെല്ലാം പരാതിയും പരിഭവവും കരച്ചിലും എണ്ണിപ്പെറുക്കലും ഒക്കെ ആയി കഴിഞ്ഞിരുന്ന താങ്കൾക്ക് എങ്ങനെയാണ് ഇതുപോലെ മാറാൻ സാധിച്ചത്? അപ്പോൾ ഈ യുവതി നന്നായി ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കൃപകൾ ലഭിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നതിനാൽ എന്നോട് പറഞ്ഞ വചനമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ആ സ്ത്രീ പറയുകയാണ്, മാഡം, ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ? എനിക്കേറെ ലഭിച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പൊന്നു പോലെയുള്ള പെൺകുട്ടികൾ നല്ല രീതിയിൽ ഇവിടെ വളരുന്നു. ഇതിനേക്കാളെല്ലാം ഉപരി ഒരപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടാത്ത സ്നേഹവും കരുതലും എനിക്കിവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഭക്ഷണത്തിന് യാതൊരു മുട്ടുമില്ല. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നു. സർവോപരി ദൈവത്തിൽ ആശ്രയിച്ച് മനസ്സമാധാനത്തോടെ എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ടും എനിക്ക് സാധിക്കുന്നു. എനിക്ക് അധികം ലഭിച്ചതല്ലേ മാഡം? അപ്പം ഞാൻ അധികം വിശ്വസ്തതയുള്ളവളാകണ്ടേ? പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഈ ഒരു അനുഭവത്തിലൂടെ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നാം അധികം ലഭിച്ചവരാണോ അതോ അല്പം മാത്രം ലഭിച്ചവരാണോ? തീർച്ചയായും ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നുവെങ്കിൽ, ഇന്ന് സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് ഇത് കേൾക്കാൻ സാധിക്കുന്നെങ്കിൽ, ഇന്ന് ഭക്ഷണത്തിന് മുടക്കില്ലാതെ പോകുന്നെങ്കിൽ, സമാധാനം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് അധികം ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. കാരണം അല്ലാത്ത മനുഷ്യരെയും ഞാൻ ദിവസവും കാണാറുണ്ട്. ഹോസ്പിറ്റലിലൂടെ നടക്കുമ്പോൾ അറിയാം എന്തുമാത്രം വേദനയിലൂടെയും ഇനി നാളെ എന്ത് എന്നറിയാതെയുള്ള ചികിത്സയിലൂടെയും ഏറെ ഭാരപ്പെട്ടും ആകുലപ്പെട്ടും കഴിയുന്ന വ്യക്തികൾ. ഉറങ്ങാൻ പോലും സാധിക്കാതെ നിത്യ ദുഃഖത്തില് നാം പോലും ചിന്തിക്കാറുണ്ട്, ദൈവമേ ഇവരെങ്ങനെ ഇത് സഹിക്കും എന്ന രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളുമായി കടന്നു വരുന്നവർ. മറ്റൊരു കുടുംബം കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പ് എൻ്റെ അടുക്കൽ വന്നു. ഒരച്ഛൻ ഒരു മകളെയും കൊണ്ട് വരികയാണ്. കോളേജിലെ പഠിപ്പിക്കുന്ന മിസ് പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ കുട്ടിക്ക് മാനസിക രോഗമാണ്. പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷം, ലീവ് എടുത്തതിന് ശേഷം, കൊറോണയൊക്കെ വരുന്നതിന് മുമ്പാണ് കേട്ടോ, കോളേജിൽ വന്നാൽ നോർമൽ അല്ലാത്ത രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനെയും ഭയമാണ്. വീട്ടിലെ പ്രവർത്തനങ്ങളും ഏകദേശം താളം തെറ്റിയ മട്ടാണ്. ആ മകളെയും കൊണ്ട് അച്ഛൻ കൗൺസിലിങ്ങിന് വരികയാണ്. അച്ഛൻ സംസാരിച്ചപ്പോൾ ഞാൻ ഓർക്കുകയുണ്ടായി, ദൈവമേ ഇത് എന്താണ്? എങ്ങനെയാണ് മനുഷ്യരിതെല്ലാം സഹിക്കുന്നത്? അങ്ങേര് പറയുകയാണ്, 25 വയസ്സ് പ്രായമുള്ള മൂത്ത മകൾ, 3 പെൺകുട്ടികളാണ് കേട്ടോ. മൂത്ത മകൾ ഏകദേശം കോളേജിലേക്കുള്ള ഒരു ജോലിക്കെല്ലാം അപ്ലൈ ചെയ്തിട്ട് കാത്തിരുന്ന ഒരു സമയമാണ്. മെനിഞ്ചൈറ്റിസ്, തലച്ചോറിന്റെ ആവരണത്തിന് വരുന്ന ഒരു അണുബാധയാണ് ബാധിച്ച് മരിച്ചു പോവുകയുണ്ടായി. അമ്മയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ തുടക്കം ഉണ്ടായിരുന്നിട്ട് കൂടെ ഈ മൂത്ത മകളുടെ രോഗാവസ്ഥയില് കുറെ നാൾ രോഗാവസ്ഥയിലായപ്പോൾ ഈ കുട്ടി ഡയാലിസിസിനൊക്കെ പോവുകയുണ്ടായി. ഒന്നരാടം ദിവസങ്ങൾ അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം, തിരിച്ചു വരണം. ഡയാലിസിസ് കഴിഞ്ഞ് ഛർദിലും ഒക്കെയുണ്ട്. അതിഭയങ്കരമായ വേദനയാണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ പെട്ടുകൊണ്ടിരുന്ന ഈ മകളെ ശുശ്രൂഷിച്ച് ഏകദേശം 6 മാസത്തിനുള്ളിൽ ഈ മകൾ മരിച്ചു പോവുകയുണ്ടായി. 6 മാസത്തിന് ശേഷം ബ്രസ്റ്റിന്റെ ചെക്കപ്പിനായിട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എല്ലാ ഭാഗത്തേക്കും പടർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒന്നും കടന്നു പോകാത്ത വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകായിരം മക്കളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇതെന്നെ നയിക്കുകയായിരുന്നു.
വേറെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഈ അച്ഛൻ ഈ ഭാരം എല്ലാം കൂടെ താങ്ങി ഏതറ്റം വരെ പോവാനായി സാധിക്കും എന്ന് ചിന്തിക്കുക. ആവുന്നത്ര ബലം കൊടുത്ത് ധൈര്യമായിരിക്കണം, പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മാഡം, ഞാൻ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ നേരത്തെ മാഗസിനിലൊക്കെ എഴുതുകയും വായിക്കുകയും സാഹിത്യപരമായി ഏറെ കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ മക്കളൊക്കെ നല്ല ഒരു ഉയർന്ന നിലയിലേക്ക് എത്തുന്നതും പ്രതീക്ഷിച്ചാണ് കൂലിപ്പണിയാണെങ്കിലും ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ വയ്യ മാഡം. വീട്ടുകാരിക്കും പ്രശ്നമാണ്, മക്കൾ രണ്ടുപേരിപ്പം പ്രശ്നമാണ്. ഇനിയുള്ള ഏക ആശ്രയം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകളാണ്. പ്രിയപ്പെട്ടവരെ, അധികം ലഭിക്കാത്തവരും അധികം സ്നേഹിക്കപ്പെടാത്തവരും ഒരുപാടുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ വളരെ ചെറുതാണെങ്കിൽ പോലും എന്നും പരാതിയും പരിഭവവും സന്തോഷമില്ലാത്ത അവസ്ഥയും ഒക്കെ ആയി പോകുന്നവരല്ലേ നമ്മൾ. ഒരാത്മപരിശോധനയ്ക്കായി നമുക്ക് ഈ ഒരു അനുഭവങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് നോക്കാം. വചനം എന്തു പറയുന്നു എന്ന് കൂടെ നമുക്ക് ചിന്തിക്കാം. അല്പം കൂടെ കർത്താവിനെ സ്നേഹിക്കുന്നവരാകാം. എത്ര ലഭിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നതിനുള്ള ഒരു അവസരമായി മാറട്ടെ ഈ വചനങ്ങൾ എല്ലാം. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 36 മുതലുള്ള വചനങ്ങൾ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, പാപിനിക്ക് മോചനം എന്നതാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ യേശു ഇരിക്കുന്നുവെന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. പ്രിയപ്പെട്ടവരെ, അവളുടെ നിൽപ്പ് നാം നോക്കുമ്പോൾ അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീര് കൊണ്ട് പാദം കഴുകുകയും തലമുടി കൊണ്ട് പാദം തുടയ്ക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറയുക. സാധാരണ ആൾക്കാരെ പോലെ ഫരിസേയർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും തിരിച്ചറിയുമായിരുന്നില്ലേ? പക്ഷെ യേശു ഒരു ഉപമയാണ് അവിടെ പറഞ്ഞു കൊടുത്തത്. നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഉത്തമർണന്റെ ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ശിമയോനോട് ചോദിച്ചു, വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ കടം ഇളച്ചു കൊടുത്തു. ഒരാൾ 50 ദനാറായും മറ്റേയാൾ 500 ദനാറായും കടപ്പെട്ടിരുന്നവരായിരുന്നു. ഇളച്ചു കൊടുത്തപ്പോൾ ആരായിരിക്കും അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചതിന് ശിമയോൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തു കൊടുത്തുവോ അവൻ ആണ് എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളും നമ്മുടെ യോഗ്യതകളും ഒക്കെ ഒന്ന് കണക്കിലെടുത്ത് നോക്കുമ്പോൾ അറിയാം, നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനമാണ് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു, അളവില്ലാത്ത അനുഗ്രഹങ്ങൾ നമ്മളുടെ മേൽ വർഷിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കടങ്ങളും പാപങ്ങളും എല്ലാം കൂടുതൽ ഇളച്ചു തന്നിട്ടല്ലയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കാനും വചനം വായിക്കാനും യേശുവിൽ ശക്തമായിട്ട് ആശ്രയിക്കാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ നമുക്ക് അധികം ഇളവ് ചെയ്ത് കിട്ടിയത് കൊണ്ടല്ലേ? അപ്പോൾ ആ ഒരു ഉപമയിലൂടെ കർത്താവ് വീണ്ടും നമ്മളെ നയിക്കുന്നത് ആ പാപിനിയുടെ കാര്യങ്ങൾ പറയുകയാണ്. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണവും യേശു പറയുന്നുണ്ട്. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കടങ്ങൾ ഇളച്ചു തരികയും നമ്മളോട് ഏറെ സ്നേഹത്തോടെ കർത്താവ് പെരുമാറുകയും ചെയ്തുവെങ്കിൽ നമ്മളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ അടുത്തിടെ യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഗൃഹനാഥനെ കാണാനിടയായി. അടുത്ത കാലത്തായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ ദുരിതക്കയത്തിൽ നിന്ന് കർത്താവ് കൈപിടിച്ചുയർത്തിയ ഒരു കുടുംബമാണ്. നമുക്കറിയാം, കർത്താവിൽ മാത്രം ആശ്രയിച്ച് ഒരു ദുരിതക്കയത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ തിരിച്ച് കർത്താവിൽ ആശ്രയിച്ച് പോകേണ്ടത് ആവശ്യമല്ലേ? കർത്താവ് തന്നെ നമ്മോട് പറയുകയാണ്, അധികം ഇളവ് ചെയ്തു കൊടുത്തവൻ അധികം സ്നേഹിക്കേണ്ടതല്ലേ? അധികം ലഭിച്ചവൻ അധികം തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ യുവതിയുടെ കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, സ്ഥൈര്യത്തോടെ സ്ഥിരതയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്ത് എന്നും എൻ്റെ യേശുവാണ് എന്നെ ഈ നിലയിലാക്കാൻ കാരണം എന്ന് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആ യുവതിയുടെ പാഠം
നമുക്ക് ഏവർക്കും പ്രചോദനമായി തീരുന്നതാണ്. വീണ്ടും നമ്മൾ ഈ വചന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം. അവിടെ നമുക്ക് താലന്തുകളുടെ ഉപമയാണ് കാണാൻ സാധിക്കുക. ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞുള്ള ആ ഭാഗത്തിൽ നമുക്കറിയാം, തിരിച്ചു വരുമ്പോൾ വീട്ടുടമസ്ഥൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ എന്തായി? പ്രിയപ്പെട്ടവരെ, അധികം ഏൽപ്പിച്ച്, അധികം സ്നേഹിച്ച്, അധികം ഇളച്ചു തന്ന് നമ്മളെ വിടുമ്പോൾ താലന്തുകൾ എത്ര മടങ്ങായി തിരിച്ച് നാം യേശുവിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതല്ലേ നാം യേശുവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന ഈ ഉപമയിലൂടെയും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു വചനമാണ് 1 Korinthos 15-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞ ഒരു കൃപ പോലും വെറുതെ ആയി പോകാൻ ഇടയാകാതെ നാം ശ്രദ്ധിക്കേണ്ടതല്ലേ? അധികം ലഭിച്ച നാം അധികം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ? വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായമാണ് ചിന്തയ്ക്ക് വിഷയമായി എടുക്കുന്നത്. 15-ാമത്തെ അധ്യായത്തില് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, മനുഷ്യന്റെ ഉത്തരവാദിത്വം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെപ്പറ്റി നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്, ഇന്ന് നാം ആയിരിക്കുന്നത് ദൈവ കൃപയാൽ മാത്രമാണ്. നമ്മുടെ യോഗ്യതയോ അർഹതയോ ഒന്നും കണക്കിലെടുത്തല്ല ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം. നമുക്ക് വീണ്ടും ഈ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. 15-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. പല കാര്യങ്ങൾ കൊണ്ടും കാരണങ്ങൾ കൊണ്ടും ഒഴികഴിവുകൾ കണ്ടെത്തുന്നവരാണല്ലോ നാം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമുണ്ടോ? എത്ര നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും? കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ, അതിനുവേണ്ടി കൂടുതൽ അധ്വാനിക്കണ്ടേ തുടങ്ങിയ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിനെ ഭരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകേണ്ട വചനങ്ങളാണ്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. നമ്മുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാമാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം. അധികം ലഭിച്ച നാം അധികം വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കേണ്ടതല്ലേ? നമുക്കറിയാം, ഏറെ പ്രശ്നങ്ങളിൽപ്പെട്ട കാലത്ത്, സഹനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഇനി യാതൊരു രക്ഷയുമില്ല, ആരും കൈപിടിച്ച് നയിക്കാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായും എവിടുന്നാണ് സഹായം ലഭിച്ചത്? ദൈവം കൈ പിടിച്ചുയർത്തിയതാണ് എന്ന് സാക്ഷ്യം പറയുന്ന അനേകർ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എതിർ സാക്ഷ്യമായി പോകുന്നത് നാം കാണാറില്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു ആത്മപരിശോധനയ്ക്ക് നാം വിഷയീഭവിക്കേണ്ടതാണ്. ഇന്നുവരെയുള്ള ജീവിതയാത്രയിൽ എത്രയേറെ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോന്നപ്പോൾ മനുഷ്യരുടെ സഹായമില്ലാതായ അവസ്ഥയിൽ ദൈവം അത്ഭുതകരമായി കൈ പിടിച്ചുയർത്തി വഴി നടത്തിയ അനേകം സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിക്കാണാൻ സാധിക്കുന്നില്ലേ? എന്നാൽ എത്ര വിശ്വസ്തയോടെയാണ് വീണ്ടും നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതും എത്ര വിശ്വസ്തരായിട്ടാണ് നാം കർത്താവിനോട് പെരുമാറുന്നതും എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ പിന്നെ ആവശ്യങ്ങൾ വരുമ്പോൾ ചെന്ന് ചോദിക്കേണ്ട ഒരാളായി നാം ദൈവത്തെ കാണാറുണ്ടോ? എനിക്ക് പല അനുഭവങ്ങളിലൂടെ അറിയാം, പ്രാർത്ഥിക്കണമേ, ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുന്ന അനേകായിരം ആൾക്കാർ കുറച്ചു കഴിയുമ്പോൾ തീഷ്ണത നഷ്ടപ്പെട്ട് വിശ്വാസം തന്നെ ഉപേക്ഷിച്ചു പോകുന്നത് കാണാൻ സാധിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഏറെ ലഭിച്ചവരാണ് നാം,
ഏറെ ഇളച്ചു കിട്ടിയവരാണ് നാം, ഏറെ സ്നേഹിക്കപ്പെട്ടവരാണ് നാം. അപ്പോൾ നമ്മോട് കൂടുതൽ ചോദിക്കപ്പെടും, നമ്മോട് കൂടുതൽ ആവശ്യപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. നന്ദിയുള്ളവരായിരിക്കുക എന്നത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അത് ദൈവത്തിനൊന്നും ലഭിക്കാൻ വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. കൃപകളും അനുഗ്രഹങ്ങളും സഹനങ്ങളും എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് സ്ഥിരതയോടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ട കൃപയാൽ നമുക്ക് ഏവർക്കും നിറയാനായി പ്രാർത്ഥിക്കാം. മാത്രമല്ല, എത്രയേറെ ലഭിച്ചവരാണ് അതിൻ്റെ 10 മടങ്ങ് താലന്തുകൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് നേടിക്കൊടുക്കാൻ നമുക്കാവണം. മൂന്നാമത് താലന്തേൽപ്പിച്ച വ്യക്തിയെ പോലെ താലന്ത് കുഴിച്ചിടുന്ന ആൾക്കാരാണോ നാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആയുസ്, ആരോഗ്യം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ, ഇതിനൊക്കെ വേണ്ടി കർത്തൃസന്നിധിയിൽ യാചനാപൂർവം നിന്നെങ്കിൽ നമുക്കത് ലഭിക്കാനിടയായാൽ തീർച്ചയായും അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരിക തന്നെ വേണം. ദാനമായി ലഭിച്ച ആയുസ്, ദാനമായി ലഭിച്ച ആരോഗ്യം ഇനിയുള്ള കാലം മുഴുവൻ കർത്താവിനായി ചെലവാക്കും എന്നൊരു ഉറച്ച തീരുമാനമെടുക്കാൻ ഈ സംഭവങ്ങളെല്ലാം നമ്മെ നയിക്കാൻ പ്രാപ്തരാണ്. എന്നാൽ പ്രഭാഷകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. ദൈവം ആരെയും നിർബന്ധിക്കാറില്ല. വിശ്വസ്താപൂർവം പെരുമാറണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നാമാണ്. നമ്മിലേക്കുള്ള ഒരു തിരിഞ്ഞ് നോട്ടത്തിന്, ഒരു ഉൾനോട്ടത്തിന് കാരണമാകാൻ ഇന്നത്തെ വചനങ്ങൾ തീർച്ചയായും നമ്മെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ വചനം പറയുന്നു, അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ അവകാശപ്പെടാൻ വേണ്ടി അധികം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും അധികം അധ്വാനിക്കുകയും അധികം സ്നേഹിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യം തന്നെയാണെന്നാണ് ഇന്നത്തെ വചനങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് വിശ്വസ്താപൂർവം പ്രവർത്തിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും വചനത്തില് 1 കൊറിന്തോസ് 15:10 പറഞ്ഞ പോലെ നമുക്ക് അധ്വാനിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും ദൈവകൃപയാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് യാചിച്ച് കാത്തിരിക്കാം. നമ്മുടെ ഭാഗത്തു നിന്ന് വന്നുപോയ വീഴ്ചകൾ ഏതെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവിനോട് ക്ഷമ ചോദിക്കാം. കർത്താവിനോട് വീണ്ടും നമുക്ക് ആവശ്യപ്പെടാം. കർത്താവെ, അധികം ലഭിച്ചവനാണ്, അധികം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അതുപോലെ അധികം ഏൽപ്പിക്കപ്പെട്ടവരാണ്, അധികം ചോദിക്കപ്പെടും എന്ന് തിരിച്ചറിയുന്നു. ഈ ഉൾബോധത്താല്, ഈ വചനത്താല് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, അങ്ങിൽ നിന്ന് ലഭിച്ച ദാനങ്ങൾക്ക് ഇരട്ടിയും 10 ഇരട്ടിയുമായി അങ്ങയെ കൃപ കൊണ്ട് അധ്വാനിച്ച് അങ്ങയെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള കൃപയാൽ നമ്മളെ ഏവരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഒപ്പം തന്നെ ഈ ഒരു കൃപയിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർക്കും ദൈവകൃപ ലഭിക്കാനും ആ വിട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്താനും വേണ്ട ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ താലന്തുകൾ ഏൽപ്പിക്കപ്പെട്ട നാം കർത്താവിന് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറാനും ഒക്കെ അവസരം ലഭിച്ച നാം ആ അവസരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കണ്ണു തുറപ്പിക്കുന്നതാകട്ടെ ഇന്നത്തെ വചനങ്ങൾ. തീർച്ചയായും എനിക്ക് അധികം ലഭിച്ച വ്യക്തിയാണ്, അധികം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അധികം ചോദിക്കപ്പെടുമ്പോഴും അധികം ആവശ്യപ്പെടുമ്പോഴും ദൈവകൃപയാൽ കൂടുതൽ അധ്വാനിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവേ,
ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 48-ാം വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, അധികം ഏൽപ്പിക്കപ്പെട്ടവരാണ്, അധികം സ്നേഹിക്കപ്പെട്ടവരാണ്, അധികം കടങ്ങൾ ഇളച്ച് തന്നവരാണ് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും. ഈശോയെ, തിരിച്ച് അങ്ങേക്ക് വേണ്ടിയിട്ട് അത്രയും ചെയ്തു തരാൻ സാധിക്കാത്ത അവസ്ഥയെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ദൈവമേ, ഇനിയുള്ള ഞങ്ങളുടെ എല്ലാ കഴിവുകളും, ആയുസ്സും ആരോഗ്യവും സമയവും കർത്താവെ അങ്ങേക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചെലവഴിക്കാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമേ, അങ്ങേ കരങ്ങളിൽ നിന്ന് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി അതിന് നന്ദി പറയുവാനും, ഈശോയെ, അങ്ങ് ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നതെല്ലാം സന്തോഷത്തോടെ ചെയ്യുവാനും വേണ്ട കൃപയാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിറയ്ക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം വിശ്വാസത്തിൽ നിന്ന് അല്പമൊന്ന് മന്ദതയിലായി പോയവരെയും, കർത്താവെ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത മക്കളെയും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ദൈവമേ, അവരെ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, അധികം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവര്, അധികം ചോദിക്കപ്പെട്ടവര്, അധികം തരാൻ തക്ക രീതിയിൽ കർത്താവെ അങ്ങ് മാറ്റിയെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങ് ദാനമായി തന്നിട്ടുള്ളതെല്ലാം അങ്ങേ ദൈവകൃപയാൽ അങ്ങേക്ക് വേണ്ടി അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കാനുള്ള കൃപയാൽ നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങളുടെ വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും ചിന്തകളും പെരുമാറ്റങ്ങളും തീരുമാനങ്ങളും എല്ലാം ദൈവമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം മാത്രമാകാൻ വേണ്ട കൃപയാൽ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ദൈവകൃപയാൽ അധികമായി തിരിച്ചു കൊടുത്തവളെ, ഞങ്ങളുടെ ജീവിതത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപയാൽ ഞങ്ങൾക്ക് ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.